തിരുവനന്തപുരത്തിൻ്റെ CPIഎമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായി കണക്കാക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി നമ്മളോടൊപ്പം ഇന്നുണ്ട്. അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. വേഗം സംസാരിച്ച് വേഗം വിടണം. വാമനപുരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ എപ്പോഴുമുള്ള ശ്രീ DK മുരളി, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ലൂസ് ടോക്സിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം MLA. നമസ്കാരം. ഇപ്പോൾ CPIഎമ്മിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നൊക്കെ നമ്മൾ എല്ലാവരോടും ചോദിക്കാറുണ്ട്. പക്ഷേ അത് പലർക്കും പലതാണെങ്കിലും അതിൽ വന്നതിന് ശേഷം മുഴുവൻ സമയ പ്രവർത്തകനായി നിൽക്കാം എന്ന തീരുമാനം അത് ഏതെങ്കിലും പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങയെ സംബന്ധിച്ച് വലിയ വിദ്യാഭ്യാസവും നല്ലൊരു തൊഴിലും ഒക്കെ ഉള്ള ഒരാളാണ്. എന്തെങ്കിലും ഒരു ഫാക്ടർ അതിൻ്റെ പുറകിലുണ്ടോ? ഞാൻ പാർട്ടിയിലേക്ക് ആകർഷ്ടനായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ്. എൻ്റെ അച്ഛൻ ഒരു പ്രാദേശിക പാർട്ടി പ്രവർത്തകനായിരുന്നു. നേതാവൊന്നുമല്ല, പ്രവർത്തകനായിരുന്നു. അച്ഛൻ കുറച്ച് നേരത്തെ മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ ഒരു വലിയ ഇഷ്ടത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കണം പാർട്ടിയാണ് തുടക്കത്തിൽ. എൻ്റെ ഓർമ്മ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് KSF എനിക്ക് തിരിച്ചറിയാം. ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ SFIയുടെ മെമ്പർഷിപ്പും പ്രവർത്തനവും തുടങ്ങി. SSLCക്ക് അന്ന് എമർജൻസിയുടെ തൊട്ട് മുമ്പാണ് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഞാൻ മിക്സഡ് ക്ലാസ്സിലായിരുന്നു. ആ സ്കൂളിൽ, ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് മാത്രമാണ് ഒരു മിക്സഡ് ക്ലാസ്. അന്നൊരു പരീക്ഷണം നടത്തിയതാണ്. വലിയ കുഴപ്പക്കാരനല്ലാത്തതുകൊണ്ടായിരിക്കും അവിടെ പിടിച്ചിട്ടത്. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയായി, SFIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ദയനീയമായി തോറ്റു. അന്ന് KSUവിന് വലിയ അപ്പർ ഹാൻഡ് വിദ്യാലയങ്ങളുള്ള സമയമായിരുന്നു. കൂട്ടത്തിൽ കൗതുകരായി പറയട്ടെ, എനിക്ക് എതിരായി മത്സരിച്ച എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടു പോയി, മോഹൻദാസ്. പിൽക്കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ SFIയുടെ ക്യാൻഡിഡേറ്റ് ആയിരുന്നു. അയാൾ സജീവ പ്രവർത്തകനും എൻ്റെ അടുത്ത സുഹൃത്തുമായി മാറി. അതാണ് പ്രവർത്തനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഒരു വിഷമം തോന്നിയ? അന്ന് അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു ധാരണയൊന്നുമില്ല. ഒരുവിധം പഠിക്കുന്ന കുട്ടിയൊക്കെ ആയിരുന്നുവെങ്കിലും SFI ആയതുകൊണ്ട് തോറ്റുപോയതാണ്. പെൺകുട്ടികൾ ആരും വോട്ട് ചെയ്തില്ല, അതാണ് അതിൻ്റെ സത്യം. പിന്നെ എമർജൻസി പ്രഖ്യാപിച്ചു. എമർജൻസി കാലത്താണ് ഞാൻ എൻ്റെ SSLC പൂർത്തിയാക്കുന്നതും ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് നിലമേൽ കോളേജിൽ ചേരുന്നതും. നിലമേൽ കോളേജിൽ ചേരുമ്പോഴും ഞാൻ SFIയുടെ കൂടെ ഉണ്ട്, നേതാവായിട്ടൊന്നും അല്ലെങ്കിലും. സെക്കൻഡ് പ്രീ ഡിഗ്രി ആയപ്പോൾ അടിയന്തരാവസ്ഥ റിലാക്സ് ചെയ്തു. വലിയ വിദ്യാർത്ഥി മുന്നേറ്റം, യുവജന മുന്നേറ്റമൊക്കെ കേരളം സാക്ഷിയായി. നിലമേൽ കോളേജിലാണെങ്കിൽ സജീവ സംഘടനാ പ്രവർത്തനമായിരുന്നു. അന്ന് ഞാൻ SFIയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായി നിൽക്കുന്ന സന്ദർഭമാണ്. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ സംഭവവികാസങ്ങൾ, ഈ ഒരു ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടാക്കിയ ഒരു വലിയ ആവേശം ഒക്കെ എന്നെയും ഇതിൽ സജീവ പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചു. വിദ്യാഭ്യാസവും നാട്ടിലെ യുവജന സംഘടനാ പ്രവർത്തനവും എന്ന നിലയിലാണ് ഞാൻ കൂടുതലും കൊണ്ടുപോയിട്ടുള്ളത്. നാട്ടിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാണ് പോയിട്ടുള്ളത്. എന്നാൽ കോളേജിലും SFIയുടെ കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് DCക്ക് ഡിഗ്രിക്ക് ഞാൻ ചേർന്നത് ചെമ്പഴന്തി SM കോളേജിലാണ്. എൻ്റെ ചില ബന്ധുക്കൾ അവിടെ ഉണ്ട്. എൻ്റെ മാമൻ്റെ വീട് അണിയൂരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചേർന്നത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ SFIയുടെ സജീവ പ്രവർത്തനത്തിൽ ഞാൻ ബന്ധപ്പെട്ടു. തുടർന്ന് ഞാൻ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി. ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എന്നോടൊപ്പം കൗൺസിലറായ ആൾ ഇന്ന് ഈ ജില്ലയിലെ കർഷക സംഘത്തിൻ്റെ നേതാവായ VS പത്മകുമാർ. അതിനുശേഷം പിന്നെ അത് ഏത് പ്രായത്തിലായിരിക്കും? 81-ലാണ്, 1981-ലാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറാകുന്നത്. അതിനുശേഷം ഞാൻ ലോ അക്കാഡമിയിൽ LLBക്ക് ചേർന്നു. ഈ സമയത്ത് എൻ്റെ നാട്ടിൽ ഞാൻ 1980 ആയപ്പോൾ KSOF മാറി DOFA ആയല്ലോ. DOFAയുടെ എല്ലാം വില്ലേജ് ഭാരവാഹിയായിരുന്നു, പഞ്ചായത്ത് ഭാരവാഹിയായി. സജീവ രാഷ്ട്രീയ പ്രവർത്തനവും കൂടെ കൊണ്ടാണ് നടന്നത്. പക്ഷേ വിദ്യാഭ്യാസം കഴിഞ്ഞ എൻ്റെ SFIയുടെ നെടുമങ്ങാട് താലൂക്കിൻ്റെ ഭാരവാഹി തീരുമാനിക്കുന്നൊരു സന്ദർഭത്തിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു സജീവ ഫുൾ ടൈം പ്രവർത്തനമാകുന്നതിന് ഒരു മടിയുണ്ടായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി കരഞ്ഞു പറഞ്ഞ് ഭാരവാഹിത്വത്തിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ സംഘടനാ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ടുമില്ല. തുടർന്ന് 1979 അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്തു.
അന്ന് അപ്പോൾ ഇത് ഭാരവാഹിത്വം വേണ്ടാന്ന് വെക്കുമ്പോൾ മനസ്സിൽ അഡ്വക്കേറ്റ് ആവണം എന്നൊരു എന്നതായിരുന്നു. താല്പര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു ജീവിതത്തിൽ ഒരു ഉറപ്പ് വേണം. ഒരിടത്തരം കുടുംബത്തിൽപ്പെട്ടതാണ്, സഹോദരിമാരാണ് കൂടുതലുള്ളതെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെയൊക്കെ സംരക്ഷണം ഭാവിയിൽ വേണ്ടി വരും. ഇതൊക്കെ മനസ്സിനെ അലട്ടിയിരുന്നിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ എങ്കിലും സംഘടനാ പ്രവർത്തനം ഉപേക്ഷിച്ചിട്ടേ ഇല്ല. 79 ഞാൻ എൻറോൾ ചെയ്തു. പിന്നീട് LLB എല്ലാം കഴിഞ്ഞ് 79 എൻറോൾ ചെയ്തു. 79 എൻറോൾ 1979 ജനുവരിയിൽ എൻറോൾ ചെയ്തു. 79 ഡിസംബറിൽ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് കോളേജിൽ വെച്ച് കണ്ടെത്തിയ പെൺകുട്ടിയാണ്. ശരി. അപ്പോൾ അതുമൊക്കെ മനസ്സിന് അലട്ടിയിരുന്നിരിക്കും. തുടർന്ന് പിന്നെ ലയേഴ്സ് യൂണിയൻ്റെ പ്രവർത്തനമായിരുന്നു. ലയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെ ആയി. അപ്പോൾ എല്ലാ കാലത്തും ഞാൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആശയത്തോടുള്ള എൻ്റെ യോജിപ്പ്, കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയം ഉയർത്തുന്നത് CPIM-ഉം ഇടതുപക്ഷവുമാണെന്നുള്ള ഉറച്ച ധാരണ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ കാലം മുതൽ ഇതിനോടൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പ്രാക്ടീസ് ചെയ്യുന്നൊരു സന്ദർഭത്തിൽ 2000 ആയപ്പോൾ ഞാൻ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അന്ന് എൻ്റെ പഞ്ചായത്തിൽ CPM-ന് 6 സീറ്റും കോൺഗ്രസ്സിന് 6 സീറ്റും കിട്ടി. ഞാൻ പ്രസിഡൻറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു CPM-ൻ്റെ. പക്ഷെ നറുക്കിൽ പരാജയപ്പെട്ടു പോയി. വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. തുടർന്ന് 5 വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് തുടങ്ങി. 2 വർഷക്കാലം നെടുമങ്ങാടും അതിനുശേഷം ആറ്റിങ്ങിലും ഓഫീസിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. നല്ല കേസൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ജീവിച്ചു പോകാൻ ആവശ്യമായ കേസെല്ലാം കിട്ടുമായിരുന്നു. പിന്നെ ഒരുപാട് സൗജന്യമായി കേസ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സഹാക്കളെല്ലാം കേസ് കൊണ്ടുവരുമ്പോൾ എങ്കിലും ഒരു 6-7 ജൂനിയേഴ്സും ഒക്കെ ആയി അങ്ങ് മുമ്പോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഈ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം വന്നപ്പോൾ കുറച്ചൊന്ന് അതിൽ പുറകിലോട്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും മത്സരിക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാനന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. തുടർന്ന് പ്രാക്ടീസിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. വീണ്ടും റിക്കവർ ചെയ്ത് വരുന്ന സന്ദർഭത്തിലാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി നിയോഗിക്കുന്നത്. തുടർന്ന് ഞാൻ പൂർണ്ണസമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക്, അന്നു മുതലാണ് യഥാർത്ഥത്തിൽ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന നില സ്വീകരിച്ചത്. മൂന്നാമത്തെ എൻ്റെ ഏരിയ സെക്രട്ടറി സമയത്താണ് 2016 അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ പറഞ്ഞത്. അന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ചു. അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. തുടർന്ന് 2021 മത്സരിക്കാൻ തീരുമാനിച്ചു. അന്നും ജയിച്ചു. ഇപ്പോൾ വീണ്ടും 2026 ആയപ്പോൾ പാർട്ടി അസംബ്ലിയിൽ മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ MLA അഭിഭാഷക സംഘടനയുടെ പ്രധാന ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങേക്ക് ഈ വക്കീൽ പണി നിയമസഭയിൽ സഹായിച്ചിട്ടുണ്ടോ ചില ഇടപെടലുകൾ നടത്താനും ഒക്കെ? തീർച്ചയായിട്ടും. ഒരു നിയമജ്ഞാനം എന്നത് അസംബ്ലി നടപടികൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ സഹായമായിട്ടുണ്ട്. ഈ വർത്തമാനത്തിന് ഒരു ഡിബേറ്റിനും ഒക്കെ അത് സഹായിക്കും. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും എൻ്റെ രാഷ്ട്രീയ പ്രായോഗിക അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കരുത്താണ് അതിനൊക്കെ ഇടയാക്കിയിട്ടുള്ളത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ കിട്ടിയ അറിവ്. ഇപ്പം വാമനപുരം മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്യുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ തുടങ്ങി വച്ചതും വളരെ പ്രധാനപ്പെട്ടതുമായ പദ്ധതികൾ തുടങ്ങിയതേ ഉള്ളൂ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊരു പ്രചരണം ചില ആളുകൾ അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കിയത് ഏതാണ്ട് 2000 കോടിയോളം രൂപയുടെ പ്രവർത്തനമാണ് ആ ഒരു മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തരം എതിരഭിപ്രായങ്ങൾ ഈ അടിസ്ഥാനരഹിതമാണ് എന്ന് തോന്നുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമോ? അതോ? ദേഷ്യമില്ല, അത് രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് എന്ന് മാത്രം ഞാനും കാണുന്നുള്ളൂ. ജനങ്ങളും അതേ കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. കാരണം 2016 മുതൽ ഈ 10 വർഷക്കാലം കൊണ്ട് ഈ പറഞ്ഞതുപോലെ 2100 കോടി രൂപയുടെ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മലയോര ഗ്രാമീണ മണ്ഡലമാണ് വാമനപുരം. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ഇന്നിപ്പോൾ എല്ലാ PW റോഡുകളും 95% PW റോഡുകളും, ഈ പൊന്മുടിയിലേക്ക് പോകുന്ന ഒരു കാട്ടിലൂടെ പോകുന്ന റോഡുണ്ട്, അത് ഫീസിബിൾ അല്ലാത്തതുകൊണ്ടും ഫണ്ട് അനുവദിച്ചാലും ചെയ്യാൻ കഴിയാത്ത ഫോറസ്റ്റിൻ്റെ തടസ്സങ്ങളുള്ളത് കൊണ്ടും ബാക്കിയുണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ PWD റോഡുകളും BMN-BC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ചില റോഡുകൾക്കൊക്കെ ഫണ്ട് കണ്ടെത്തുമ്പോൾ കരാറുകാർ കാണിച്ച അനാസ്ഥയും വീഴ്ചയും വലിയ കാലതാമസം വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ കൂടെ നിന്ന് റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പുതിയ ടെൻഡറൊക്കെ ഇട്ടു.
അങ്ങനെ എല്ലാ റോഡുകളും പൂർത്തീകരിച്ച് ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇന്നുള്ളത്. ഒന്നതാണ്. 2 സ്കൂളുകൾ, എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും പിന്നെ നവീനമായ കെട്ടിടങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെ ഇപ്പോൾ മണ്ഡലത്തിലാകെ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി അതാണ്. അത് എൻ്റെ മണ്ഡലത്തിലും വന്നിട്ടുണ്ട്. ആശുപത്രിക്ക് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ കാലഘട്ടത്തിനിടയിലാണ് 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒന്ന് കളമച്ചൽ ITI ആണ്, അത് ആരംഭിച്ചതിന് ശേഷം അവിടെ നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടു കൂടി 1.5 ഏക്കറിൽ കൂടുതൽ ഭൂമി തൊഴിലുവകുപ്പിന് കൈമാറി അവിടെ 3 കോടി രൂപയുടെ കെട്ടിടം അനുവദിച്ചു. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ITI കെട്ടിടമില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ജനപ്രതിയായി വന്നതിന് ശേഷം അനുവദിക്കപ്പെട്ട ITI ആണ്. അതിനുശേഷം തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ITI ആണ്. അതിന് സ്ഥലം വാങ്ങിക്കൊടുത്തു, ഫണ്ട് അനുവദിച്ച് കെട്ടിടത്തിൻ്റെ പണികൾ തുടങ്ങി. ഇനിയും അത് പൂർത്തിയാക്കാൻ കുറച്ച് ഇപ്പോൾ പണം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണ പ്രവൃത്തികളുണ്ട്. ആ ഒരു കാലതാമസം മാത്രമാണ്. അത് സ്വാഭാവികമായി വരുന്നതാണ്. കേരളത്തിൽ എവിടെ നോക്കിയാലും അത് കാണാൻ പറ്റും. അതിനെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശ്നം നടത്തുന്നത്. 2 ഒരു UIT കൊണ്ടുവന്നിട്ടുണ്ട്. UIT യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടിയാണ്. അതിനും സ്ഥലം കണ്ടെത്തി എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തന്നെ പണം കൊടുത്ത് കെട്ടിടം കൊണ്ടുവന്ന് പുതിയ കോഴ്സുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്ഥാപനങ്ങൾ. മറ്റൊന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അനുഭവമായിരിക്കുമെന്ന് തോന്നുന്നു, ഒരു ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് കരിയർ ഗൈഡൻസ് സെൻറ്റർ. അത് പാലോട് കേന്ദ്രമാക്കി. അതിനും അന്നത്തെ പഞ്ചായത്ത് 10 സെൻറ്റ് സ്ഥലം കൊടുത്തു. അതിന് 1 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു. കെട്ടിടം പൂർത്തിയാക്കി. അത് നന്നായി പ്രവർത്തിക്കുകയാണ്. അതിലൂടെ പുതിയ പ്ലേസ്മെൻറ്റ്, കരിയർ ഗൈഡൻസ് സെൻറ്ററിലൂടെ പരിശീലനം, സൗജന്യമായ പരിശീലനം കിട്ടുന്ന ഒട്ടേറെ ഉദ്യോഗാർത്ഥികളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഉള്ളത്, അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കീഴായിക്കോണത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഓഫീസുണ്ട്. അതിന് അവിടെ കീഴായിക്കോണത്ത് തന്നെ റവന്യൂ ഭൂമി കൈമാറി അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തിക്കുന്നതിനാവശ്യമായൊരു കെട്ടിടം വന്നു. അത് പൂർത്തിയാക്കി. അതിൻ്റെ യാർഡ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരു 75 ലക്ഷം രൂപ കുറവ് വന്നു. അതും ആ ഫണ്ട് അനുവദിച്ച് AS ആയി. ടെൻഡർ നടപടിയിലേക്ക് പോയില്ല. അതുകൊണ്ട് മാത്രമാണ് ഉദ്ഘാടനം വൈകുന്നത്. പക്ഷേ അവിടെ പ്രവർത്തന സജ്ജമായി കിടക്കുകയാണ്. വെഞ്ഞാറമൂടിൽ തന്നെ ഞങ്ങൾക്ക് ഒരു റെസ്റ്റ് ഹൗസ് ഇല്ലായിരുന്നു. വെഞ്ഞാറമൂട് കേന്ദ്രമാക്കി വെഞ്ഞാറമൂട് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് ഒരു PWD റെസ്റ്റ് ഹൗസ്, അത് 2 റീച്ചിൽ പണം അനുവദിച്ച് ആ കെട്ടിടം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഫർണിച്ചറും മറ്റും വന്നാൽ മാത്രം മതി. ആ കാലതാമസം കൊണ്ടാണ് അത് ഉദ്ഘാടനത്തിന്, കാരണം പൂർത്തിയായ ഒരു വർക്കാണ്. പിന്നെ മറ്റൊരു വിമർശനം ഉയർത്തി കേൾക്കുന്നത്, ഞങ്ങൾ പാലോട് കേന്ദ്രമാക്കി ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് പുതിയത്, കാരണം പാലോട് ഒരു വനമേഖലയാണ്. അതിനുവേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിരുന്ന 35 സെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറുകയും എൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിടം കെട്ടുകയും ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 1 കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തു. പക്ഷെ അത് ആരംഭിക്കാൻ കഴിയാത്തത് പുതിയ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി വന്നപ്പോൾ പോസ്റ്റ് ക്രിയേഷൻ താമസിച്ചു പോയി. പക്ഷേ ഭാവിയിൽ അത് തുടങ്ങും, കാരണം അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പൂർത്തീകരിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നോക്കിയാണ് ഇത് നടക്കുന്നില്ല എന്ന് പറയുന്നത്. നടന്ന പ്രവർത്തനങ്ങളെല്ലാം മറച്ചു വയ്ക്കുകയാണ്. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്ത്യയുടെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ദക്ഷിണ മേഖലയിലെ ഏറ്റവും വലിയൊരു NCC പരിശീലന കേന്ദ്രം 3 ഏക്കറാണ്, 8 ഏക്കർ റവന്യൂ ഭൂമിയാണ് കൈമാറിയത്. റവന്യൂ ഭൂമി കൈമാറി അതിൽ ഫസ്റ്റ് ഫേസ് പൂർത്തിയാക്കി. ഹെലികോപ്റ്റർ ഉൾപ്പെടെ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. എന്തെങ്കിലും നമുക്കൊരു ദുരന്ത കാലം വന്നാൽ അവിടെ റെസ്ക്യൂ ആയിട്ട് പ്രവർത്തിക്കാവുന്ന, ദുരന്ത നിവാരണത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സെൻ്ററാണത്. ആ നിലയിലാണത് വിഭാവന ചെയ്ത് കൊണ്ടുവരുന്നത്. 600ഓളം NCC കേഡർമാർക്ക് സ്ഥിരം പരിശീലനം കൊടുക്കാൻ കഴിയുന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസ് തുക അനുവദിച്ചു. അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും കഴിഞ്ഞു. ആദ്യത്തെ ഫേസ് ഉദ്ഘാടനം കഴിഞ്ഞു, സെക്കൻഡ് ഫേസിൻ്റെ പ്രവർത്തന ഉദ്ഘാടനവും കഴിഞ്ഞു. തേർഡ് ഫേസിന് വേണ്ടി ഗവൺമെൻറ് ഫണ്ട് ശുപാർശ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം വികസനങ്ങൾ ഒട്ടേറെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വികസനങ്ങൾ ഫണ്ട് കണ്ടെത്തി കൊണ്ടുവന്ന് അതിന് ASും TSും വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിയുടെ ഉത്തരവാദിത്വം. അത് സമയബന്ധിതമായി കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ എടുത്ത പ്രവർത്തനങ്ങൾ ചില കരാറുകാർ അത് ഡിലേ വരുത്തുകയും നിയമക്കുടുക്കിൽപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ളതിൻ്റെയൊക്കെ അതിൻ്റെ കൂടെ നിന്ന് പരിഹരിച്ചെടുത്ത് പൂർത്തിയാക്കുക എന്നുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചില കാലതാമസം വന്നതും പൂർത്തിയാകാനുള്ളതുമായ ചില പ്രവർത്തനങ്ങളെയാണ് ഇങ്ങനെ വിമർശന രൂപേണ രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുവരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അത് എത്തിക്കൂടും. അത് നമ്മൾ കാണേണ്ടുന്നത് ഒരിടയ്ക്ക് പല MLA മാരും ആ മണ്ഡലത്തിലല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ ഹൈമാസ്റ്റ് ലൈറ്റും
ഒരു ബസ് സ്റ്റാൻഡുമാണ് ഒരു MLAക്ക് ആകെ ചെയ്യാൻ കഴിയുന്നതെന്നൊരു തോന്നൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് 2016 ശേഷം കേരളത്തിലാകെ ഉള്ള ഒരു വികസന മാതൃക എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങ് ഓർത്ത് സൂചിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ അത്രയും അങ്ങ് ഓർത്ത് പറഞ്ഞു എന്നുള്ളതിൽ സന്തോഷം. പക്ഷെ എന്നാലും ഒരു സ്വപ്ന പദ്ധതിയായി നടപ്പിലാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ വലിയ ചാരിതാർത്ഥ്യം തോന്നുന്നത്, അങ്ങനെ ഒരെണ്ണം പറയാൻ കഴിയോ? ഒന്നിലധികമുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത് പറയേണ്ട ഒന്ന് വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്ക് കഴിക്കാനുള്ള ഫ്ലൈ ഓവറാണ്. ഞാൻ 2016 ജനപ്രതിനിധിയായി വരുമ്പോൾ തന്നെ എൻ്റെ മുമ്പിലുള്ളൊരു അജണ്ടയാണത്. അതിനുവേണ്ടി ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവന്നു. അതിലൊന്ന് റിംഗ് റോഡുകളാണ്. ഒരു ഔട്ടർ റിംഗ് റോഡ് എന്ന നിലയിൽ പെരപ്പംകോട്ട് നിന്ന് അവിടെ അമ്പലമുക്ക് ജംഗ്ഷൻ വരെ എത്തുന്ന നിലവിലുണ്ടായിരുന്ന റോഡിനെ വിപുലീകരിച്ചുകൊണ്ട് BMNBC നിലവാരത്തിൽ ചെയ്തതാണ്. 2, അതിൻ്റെ ഭാഗമായി തന്നെ വെഞ്ഞാറമൂടിലെ മാർക്കറ്റ് റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ വഴി മുക്കുന്നൂർ ഇറങ്ങുന്ന ഒരു ഇന്നർ റിംഗ് റോഡ് രണ്ടും ഒരു കരാറുകാരൻ എടുത്തു. ആ കരാറുകാരൻ വഴിയിൽ ഉപേക്ഷിച്ച് പോയി. ഔട്ടർ റിംഗ് റോഡ് ഏകദേശം BMNBC ടാറിങ് മുഴുവൻ പൂർത്തിയാക്കി, ഇന്നർ റിംഗ് റോഡ് ഉപേക്ഷിച്ച് പോയി. പക്ഷേ അതിൻ്റെ തുടർന്ന് അതിന് ലാൻഡ് അക്വിസിഷൻ കൂടിയുണ്ട് ഇന്നർ റിംഗ് റോഡിന്. അതെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആ വർക്ക് എടുത്തു മനോഹരമായി അത് പൂർത്തിയാക്കി ഇന്നർ റിംഗ് റോഡ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ആദ്യം ഒരു ബൈപ്പാസിന് വേണ്ടി പ്രപ്പോസൽ നടത്തി. ബൈപ്പാസ് ഫീസിബിൾ അല്ല എന്ന പഠനത്തിലൂടെ കണ്ടപ്പോൾ അത് മാറ്റി ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അതിന് ഫ്ലൈ ഓവർ അംഗീകരിച്ചു തന്നു. വെഞ്ഞാറമൂട് ടെറൈൻ അനുസരിച്ച് വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നീളം മാത്രമേ ഫ്ലൈ ഓവറിന് വേണ്ടിയതുള്ളൂ. അതെല്ലാം പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോൾ ആരംഭിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണാൻ പോവുകയാണ്. വെഞ്ഞാറമൂടിൽ അത് ഒരു മുൻപുള്ള വിമർശനം എന്ന് പറയുന്നത് സമയത്ത് എത്തുന്നില്ല എന്നുണ്ട്. ഒരുപാട് കടമ്പകൾ കഴിഞ്ഞാണ് പൂർത്തീകരണത്തിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ പറയുന്നത് വെഞ്ഞാറമൂട് അത് ശാപമാണെന്ന്. രണ്ടും തെറ്റിദ്ധാരണാജനകമായ പ്രചരണമാണ്. ഈ ഫ്ലൈ ഓവർ പൂർത്തിയാകുമ്പോൾ നമ്മൾ അവിടെയുള്ള ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക്, ഓട്ടോറിക്ഷ ടാക്സിക്കാർക്കെല്ലാം ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും. 2 വശത്തും നല്ല സർവീസ് റോഡുണ്ടാകും. ഇതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലൂടെ വെഞ്ഞാറമൂടിന് പ്രാപ്യമാകും. വളരെ മനോഹരമായൊരു പട്ടണമായി വെഞ്ഞാറമൂട് മാറാൻ പോവുകയാണ്. അതിൻ്റെ ഇരുവശമുള്ള കച്ചവടക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അസൗകര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ടുള്ള പ്രചാരവേലയും നടക്കുന്നുണ്ട്. അതും പൊതുവെ വെഞ്ഞാറുള്ള ജനങ്ങൾ തള്ളിക്കളയുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു പ്രധാന ചാനലിൻ്റെ സർവേ നോക്കുമ്പോൾ 52% ഭൂരിപക്ഷത്തോടുകൂടി LDF അധികാരത്തിൽ വെഞ്ഞാറമൂട് വരും എന്നൊരു സർവേ കണ്ടു. അത് ഒരു ജനകീയ സർവേ ആയ ഒരു പ്രധാന ചാനൽ തന്നെ പുറത്തുവിട്ട കണക്കാണ്. അതാണോ പൾസ് അങ്ങയുടെ അനുഭവത്തിൽ? കഴിഞ്ഞ 10 വർഷക്കാലമായി ഞാൻ ആ മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിന് പുറമെ ഒരു കാര്യം അങ്ങയോട് ചോദിച്ചാൽ, എനിക്കറിയില്ല, ഇത്രയും മുഴുവൻ സമയ പ്രവർത്തകനും പിന്നെ MLAയും ഒക്കെ ആയി നിൽക്കുന്ന ഒരാൾ, CPIMൻ്റെ തന്നെ സംഘടനാ ചുമതലകൾ, അങ്ങേക്ക് പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകൾ ഉണ്ട്. പക്ഷേ ഇതിനിടയിൽ എപ്പോഴെങ്കിലും സ്വന്തം ഹോബി ഒക്കെ പ്രാക്ടീസ് ചെയ്യാനൊരു സമയം കിട്ടാറുണ്ടോ? അതിൽ ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളായിരുന്നു. അത് ശരി. അതിന് കുറവ് വന്നിട്ടുണ്ട്. കിട്ടാവുന്ന തിയേറ്ററിൽ പോയി തന്നെ കാണും. തിയേറ്ററിൽ പോയി തന്നെ കാണും. ഞാൻ കുടുംബസമേതം പോയി കാണും. പിന്നെ ഉള്ളത് അതിന് വലിയ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് വായിക്കാനുള്ള സമയം കുറയുന്നു. ഈ ഉള്ള സമയത്ത് വായന വിപുലപ്പെടുത്തുക എന്നുള്ള ഒരു ബൗദ്ധിക നിലവാരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിക്കില്ലേ, രാത്രിയല്ലേ വന്ന് ചേക്കാറാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വായനയുടെ വൈപുല്യം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു. ഈ അവസാനം കണ്ട ഒരു സിനിമ ഓർക്കുന്നുണ്ടോ? അവസാനം കണ്ട സിനിമ നിവിൻ പോളി നായകനായി അഭിനയിച്ച ഒരു സർവമായ. ഡെലൂലു ഒക്കെ ഉള്ള. അതെ അതെ അതെ. അത് ഇഷ്ടമായിരുന്നു. അങ്ങനെ സിനിമയെ ആസ്വദിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അങ്ങനെ വിലയിരുത്തി പല സിനിമകളും അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്കൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഈ കൊമേഴ്ഷ്യൽ പടങ്ങളും കാണും, നല്ല സിനിമകളും കാണും. അപ്പോൾ ഞാനത് എടുത്തു ചോദിക്കാൻ കാര്യം, അങ്ങ് പ്രധാന സാംസ്കാരിക സംഘടനയുടെ ഭാരവാഹി കൂടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ മലയാളം സിനിമ പ്രത്യേകിച്ച് ലോകം അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് മലയാളം സിനിമ ഉയരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ. പക്ഷെ അതിനപ്പുറമുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കേരളത്തിലടക്കം
വർഗീയതയുടെ ഒരു കടന്നുകയറ്റവും ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്. അങ്ങേക്ക് അങ്ങനെ അനുഭവം തോന്നിയ കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഈ വർഗീയ ശക്തികളുടെ വളർച്ച എല്ലാ മേഖലയിലേക്കും അവർ വ്യാപിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തും അവർ ബോധപൂർവം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമ എന്ന മീഡിയയെ, മറ്റ് കലാപ്രവർത്തനങ്ങളെയൊക്കെ ഇന്ത്യയെ പൊതുവിലും ഇപ്പോൾ കേരളത്തിനെയും വർഗീയവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമം നടത്തുകയാണ്. സത്യത്തിൽ ശക്തമായി ചെറുത്ത് സാംസ്കാരിക പ്രതിരോധം സൃഷ്ടിക്കേണ്ടുന്ന ഒരു പ്രവണതയാണ് എന്നതിൽ തർക്കമില്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കാലത്തും ഒരു പുരോഗമന സ്വഭാവം, പുരോഗമന മനസ്സ്, അതിന് പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു സമൂഹമാണ്. അതിനെ പുറകോട്ടടിക്കാനുള്ള വലിയ തീവ്രമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലാരൂപങ്ങൾ, സർഗാത്മക സാഹിത്യം ഒക്കെ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം അതിലൂടെ നമുക്ക് കാണാനാകുമായിരുന്നു. സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒട്ടേറെ കൃതികൾ, ഒട്ടേറെ കലാരൂപങ്ങൾ കേരളത്തിൽ വളർന്നു വന്ന് ജനകീയമായ അംഗീകാരം നേടിയിട്ടുണ്ട്. അതിനെല്ലാം ഒരു തിരിച്ചടി സൃഷ്ടിക്കാനാണ് ഇപ്പോൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേരളമായിട്ട് പുലബന്ധം പോലും ഇല്ലാതെ കേരള സ്റ്റോറി സിനിമയാക്കി ലോകവ്യാപകമായി പ്രചരിപ്പിക്കാൻ നോക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല, വാസ്തവമായ കാര്യങ്ങൾ ഈ വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തെ അവമാനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വലിയ തോതിലാണ് വരുന്നത്. അത് നമുക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുകയും പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചെറുപ്പക്കാർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പുതിയ തലമുറ ഇക്കാര്യത്തിലൊരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ സാംസ്കാരിക തനിമയും നമ്മുടെ പുരോഗമന സ്വഭാവവും മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതം തന്നെ തകർന്നു പോകും. സമാധാനപൂർവ്വമായി ജീവിക്കാൻ കഴിയാത്ത ഒരു നാടായി നമ്മളും മാറിപ്പോകും. അപ്പോൾ ഇപ്പോൾ രാജ്യത്തെ തന്നെ ബുദ്ധിജീവികൾ പറയുന്നത് കേരളം എന്ന ഒരു പൊതുവികാരം ഉണ്ടായാൽ തന്നെ പിന്നെ LDF വിജയിക്കും എന്നതാണ് അർത്ഥം എന്നതാണ്. അപ്പോൾ LDFൻ്റെ മൂന്നാം വരവ്, LDF സർക്കാരിൻ്റെ, അത് നിങ്ങളെല്ലാവരും, നിങ്ങൾ LDF സ്ഥാനാർത്ഥികളെല്ലാം ചോദിച്ചാൽ വരും എന്ന് ഉറപ്പിച്ച് പറയുകയുള്ളൂ. പക്ഷേ മണ്ഡലത്തിൽ ഇപ്പം നമുക്കറിയാം എക്കാലവും LDFന് അനുകൂലമായ ഒരു മണ്ഡലം. അതിന് പുറമെ അങ്ങ് മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പുറമെ LDF സർക്കാർ ചെയ്ത പ്രവർത്തന കാരണമാണ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങേക്ക് വളരെ ടച്ചിങ്ങായി തോന്നിയ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനം എന്തായിരുന്നു? ഇപ്പോൾ പാലങ്ങളുണ്ട്, കിഫ്ബിയുടെ പ്രവർത്തനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങേക്ക് ഇത് ആളുകളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയതായി? തീർച്ചയായിട്ടും അതിൽ 2-3 ഈ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും സാധാരണക്കാരായി ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഗവൺമെൻറ് ഏറ്റവും വലിയ നേട്ടം. ഇപ്പോൾ അതിദരിദ്രരായ ആളുകളെ കണ്ടുപിടിച്ച് പുനരധിവസിപ്പിക്കുക. മറ്റൊരു പ്രദേശത്തും അങ്ങനെ ഒരു പ്രവർത്തനം നടന്നതായി നമുക്ക് കാണാനാവില്ല. ഇപ്പോൾ ആകെ ലോകത്ത് വാർത്ത കേൾക്കുന്നത് ചൈന മാത്രമാണ് ദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മുന്നേറുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്ത്, ഈ ചെറിയ സംസ്ഥാനത്തെ LDF ഗവൺമെൻറ് നയിക്കുന്നത് എന്നുള്ളത് അഭിമാനമായി തോന്നിയിട്ടുണ്ട്. പിന്നെ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്, കാലാകാലങ്ങളിൽ പെൻഷൻ കൊടുക്കാതിരിക്കലല്ല, പെൻഷൻ കൊടുക്കുക മാത്രമല്ല അത് സമയോചിതമായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. പുതിയ പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ, വീട്ടമ്മമാരെ ഉൾപ്പെടെ, അത് ചെറിയ കാര്യമാണോ? ഒരു വരുമാനവും ഇല്ലാതെ കാണാപ്പണികളും ചെയ്ത് വീടിനകത്ത് നിൽക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വീട്ടമ്മമാരെ, അവർക്കൊരു ചെറിയ കൈത്താങ്ങ് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. ഇതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല, ഒരു പുതിയ പദ്ധതിയാണത്. പിന്നെ ചെറുപ്പക്കാരെ സഹായിക്കുന്ന ആവശ്യമായ തൊഴിൽ സംരംഭങ്ങൾ, ഒരുപാട് തൊഴിലവസരങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നതും ഈ സർക്കാരിൻ്റെ കാലത്ത്. വാമനപുരത്ത് അതിൻ്റെ ഒരു ഗുണമുണ്ടായി. തീർച്ചയായിട്ടും ഉണ്ട്. വാമനപുരത്ത് ജോലി കിട്ടിയ ഒട്ടേറെ പേരുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന യാതൊരു ഉദ്യോഗാർത്ഥിയുടെയും ആഗ്രഹം അവസാനത്തെ റാങ്കുകാരനും കിട്ടണമെന്നാണ്. പക്ഷെ അത് പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരിക്കലും നടന്നിട്ടുമില്ല. പക്ഷേ ഈ കാലത്താണ്, പണ്ട് അപ്രഖ്യാപിത നിരോധനവും ഒക്കെ ഉണ്ടായിരുന്നത്, നിയമന നിരോധനം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ മാറി വേക്കൻസികളിൽ നിയമനം നടക്കുന്നു എന്നുള്ളൊരു കാലത്തിലേക്ക് നമുക്ക് LDF ഗവൺമെൻറ് ഈ കേരളത്തെ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ഇനി തുടർഭരണത്തിനുള്ള എല്ലാ സാധ്യതയും അതാണ്. കാരണം ഇത് ചിന്താശക്തിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. UDFൻ്റെ കാര്യം തന്നെ നോക്കും. അവരൊരു പ്രതീക്ഷയോടുകൂടിയൊക്കെ ആണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും തർക്കം നാളിതുവരെ തീരാതെ പോവുകയാണ്, തമ്മിലടിയാണ്. തീർച്ചയായിട്ടും ആളുകൾ മനസ്സിലാക്കില്ലേ ഇതൊക്കെ? ഇവരെ കയ്യിൽ ഭരണം കൊടുത്താൽ എന്തായിരിക്കും നാടിൻ്റെ സ്ഥിതി എന്ന് ആളുകൾ തിരിച്ചറിയില്ലേ?
അതൊക്കെ ഉറപ്പായും മനസ്സിലാക്കുമെന്നാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ പ്രബുദ്ധതയെ അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. കേരളത്തിൽ രാഷ്ട്രീയമായി ഒരു UDF കോൺഗ്രസിനോ ഒക്കെ ഇവിടെ അടിത്തറയൊക്കെ ഉണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എൻ്റെ മണ്ഡലത്തിലും അതുണ്ട്, ശക്തമായ അടിത്തറയുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങളോട് രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കുന്ന വലിയൊരു ജനവിഭാഗം കേരളത്തിൽ പൊതുവേയും എൻ്റെ മണ്ഡലത്തിലുമുണ്ട്. അതെല്ലാം ഇപ്പോൾ LDF അനുകൂലമാകും എന്നാണ് എൻ്റെ ധാരണ. അങ്ങയുടെ ഒരു വ്യക്തിപ്രഭാവവും കൂടി വാമനപുരത്ത് വരും, അല്ലാതെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ LDF കഴിയും. എൻ്റെ വ്യക്തിപ്രഭാവം എന്ന നിലയിൽ അതിനെ ചുരുക്കി കാണുന്നത് ശരിയല്ല. ഞങ്ങളെടുക്കുന്ന നിലപാടിനോട് ആളുകൾ പൊതുവെ അനുഭാവം എന്നാലും പ്രകടിപ്പിക്കുന്നുണ്ട്. ദീർഘകാലം അവിടെ നിറഞ്ഞു നിന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങക്ക് വ്യക്തിപരമായി ഒരുപാട് അടുപ്പങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? രാഷ്ട്രീയത്തിന് അതീതമായി സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. എനിക്കും ഉണ്ടാകും. എല്ലാ നന്നായി ജനങ്ങളോട് കാര്യങ്ങൾ കാണുന്ന എല്ലാ ജനപ്രതികൾക്കും ഉണ്ടാകും. എൻ്റെ മുൻ തലമുറയിൽപ്പെട്ട ജനപ്രതികൾക്കും അതവിടെ ഉണ്ടായിരുന്നു. അങ്ങയെക്കുറിച്ച് എന്ത് ചോദിക്കും എന്ന് ഇൻ്റർവ്യൂവിൽ ആലോചിക്കുന്ന സമയത്ത് ചില തിരുവനന്തപുരത്ത് തന്നെയുള്ള ചില പ്രധാന ആളുകളോട് ഞാൻ ചോദിച്ചിരുന്നു, പേരൊന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതലായി ആദ്യം എല്ലാവരും പറഞ്ഞു കേട്ടത് തലക്കനമില്ലാത്ത ഒരാളാണ് എന്നാണ്. അതിപ്പോൾ ഈ മറുപടിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ LDF തുടർന്ന് വരുമെന്നേ നിങ്ങളെല്ലാവരും പറയുള്ളൂ എന്നറിയാം. എന്നാലും സൗകര്യപൂർവ്വം ചിലപ്പോൾ നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. അത് അനുഭവ സമ്പത്തുള്ള ജനപ്രതിനിധികളിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, അതെത്ര പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇവരുടെ സമയവും കൂടി അപഹരിച്ച് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങ് ലൂസ് ടോക്സിലേക്ക് വന്നതിൽ തന്നെ വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഈ പ്രചരണ തിരക്കുകൾക്കിടയിൽ ഞാൻ ചോദിച്ച് അങ്ങേ ബുദ്ധിമുട്ടിപ്പിച്ചില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു അധികം. തീർച്ചയായും എനിക്ക് നിങ്ങളിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനും പങ്കുവയ്ക്കുകയാണ്. വാമനപുരത്ത് വലിയൊരു വിജയം ഉണ്ടാകട്ടെ. നന്ദി. ഓൾ ദ ബെസ്റ്റ്.